ഹായ് എവരി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അയ്യങ്കാളിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ അയ്യങ്കാളിയുടെ ജനനം 1863 ഓഗസ്റ്റ് 28-നാണ്. അയ്യങ്കാളിയുടെ ജനനം 1863 ഓഗസ്റ്റ് 28. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പം തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ജനിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. 1863 ഓഗസ്റ്റ് 28-നാണ് അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൻ്റെ പേരാണ് പ്ലാത്തറ വീട്. അയ്യങ്കാളിയുടെ ഭവനത്തിൻ്റെ പേരെന്താണ്? പ്ലാത്തറ വീട്. പിതാവിൻ്റെ പേര് അയ്യൻ, മാതാവിൻ്റെ പേര് മാല. പുലയ സമുദായത്തിലായിരുന്നു അയ്യങ്കാളി ജനിച്ചത്. അയ്യങ്കാളി ജനിച്ചത് ഏത് സമുദായത്തിലാണ്? പുലയ സമുദായത്തിലാണ്. അയ്യങ്കാളിയുടെ കുട്ടിക്കാല നാമം കാളി എന്നാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കാളി എന്ന ബാല്യകാല നാമത്തിലുള്ള നവോത്ഥാന നായകൻ ആരാണ്? അയ്യങ്കാളി. 1888 ചെല്ലമ്മയെ വിവാഹം കഴിച്ചു. അയ്യങ്കാളി പ്രശസ്തമായ വില്ലുവണ്ടി യാത്ര നടത്തിയത് 1893-ലാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വില്ലുവണ്ടി യാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളിയാണ്. വർഷം ഏതാണ്? 1893. അയ്യങ്കാളി പ്രശസ്തമായ വില്ലുവണ്ടി യാത്ര നടത്തിയത് 1893 വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയായിരുന്നു. എവിടെ മുതൽ എവിടെ വരെയാണ് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത്? അത് വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയായിരുന്നു 1893 അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത്. 1905 അയ്യങ്കാളി വെങ്ങാനൂരിൽ അവശ്യ സമുദായങ്ങൾക്കായി ഒരു കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു. അപ്പം അവശ്യ സമുദായത്തിൽപ്പെട്ടവർക്കായിട്ട് അയ്യങ്കാളി വെങ്ങാനൂരിൽ കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത് 1905. അവശ്യ സമുദായങ്ങൾക്കായുള്ള കേരളത്തിലെ ആദ്യ വിദ്യാലയമാണ് കുടിപ്പള്ളിക്കൂടം. 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന വെങ്ങാനൂരിൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ചു. അപ്പോൾ സാധുജന പരിപാലന സംഘം ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റേതാണ്? അയ്യങ്കാളി. എവിടെയാണ് അദ്ദേഹം ഇതിന് സ്ഥാപിച്ചത്? വെങ്ങാനൂരിൽ. ഏത് വർഷമാണ്? 1907. അപ്പോൾ 1907 സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. SNDP യോഗത്തിൻ്റെ മാതൃകയിലായിരുന്നു സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. അപ്പം ഏത് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ മാതൃകയിലാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ അത് SNDPയുടെ മാതൃകയിലായിരുന്നു. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. 1913 സാധുജന പരിപാലിനി ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസ്സിൽ നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ചത്. അപ്പോൾ സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ്? അത് സാധുജന പരിപാലിനിയാണ്. 1913 സാധുജന പരിപാലിനി ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസ്സിൽ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. സാധുജന പരിപാലിനിയുടെ സ്ഥാപക പത്രാധിപരായിരുന്നു ചെമ്പത്തറ കാളിച്ചോതി കറുപ്പൻ. അപ്പോൾ സാധുജന പരിപാലിനിയുടെ സ്ഥാപക പത്രാധിപൻ ആരായിരുന്നു? ചെമ്പത്തറ കാളിച്ചോതി കറുപ്പൻ. സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായി മാറിയത് 1938. അപ്പോൾ സാധുജന പരിപാലന സംഘം പിന്നീട് എന്തായിട്ട് മാറുന്നു? അത് പുലയ മഹാസഭയായി മാറുന്നു 1938. 1909 തിരുവിതാംകൂറിലെ ആദ്യത്തെ സംഘടിത കർഷക സമരം ആരംഭിച്ചത് അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ്. അപ്പം തിരുവിതാംകൂറിലെ ആദ്യത്തെ കർഷക സമരം ആരുടെ നേതൃത്വത്തിലായിരുന്നു? അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ. വർഷം ഏതാണ്? 1909. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് അയ്യങ്കാളി. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവാണെന്ന് വിശേഷിക്കപ്പെടുന്നത് ആരെയാണ്? അയ്യങ്കാളിയെയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ലും കുരിപ്പിക്കും എന്ന മുദ്രാവാക്യം അയ്യങ്കാളിയുടേതാണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണല്ലേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് മുളപ്പിക്കും എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. എന്താണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിച്ചത്? അതായത് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ പാടത്ത് കർഷകരാരും പണിയെടുക്കില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവർ പണിയെടുത്തില്ലെങ്കിലോ മുതിർന്ന ജാതിക്കാർ പറമ്പിൽ പണിയാൻ ഇറങ്ങുമായിരുന്നോ? ഇല്ല. അപ്പോൾ ഈ അവശ്യ സമുദായത്തിൽപ്പെട്ട ഇവർ പണിയെടുത്തില്ലെങ്കിൽ പാടങ്ങളെല്ലാം എന്താകും? ഉപയോഗശൂന്യമായി പോകും. അതാണ് ഈ പറഞ്ഞതിൻ്റെ പൊരുൾ. അയിത്ത ജാതിക്കാർക്ക് നെടുമങ്ങാട് ചന്തയിൽ പ്രവേശം
പ്രവേശനം നിഷേധിച്ചതിനെതിരെ 1912 നടന്ന ലഹളയാണ് നെടുമങ്ങാട് ചന്തലഹള. അയിത്തജാതിക്കാർക്ക് നെടുമങ്ങാട് ചന്തയിൽ പ്രവേശനം നിഷേധിച്ചതിനെതിരെ 1912 നടന്ന ലഹളയാണ് എന്ത് ലഹള? നെടുമങ്ങാട് ചന്തലഹള. അപ്പം നെടുമങ്ങാട് ചന്തലഹളയുടെ വർഷം 1912. 1911 ശ്രീമൂലം പ്രജാസഭയിൽ അദ്ദേഹം അംഗമായി. തിരുവിതാംകൂർ നിയമസഭയിൽ അംഗമായ ആദ്യ താഴ്ന്ന ജാതിക്കാരനാണ് അയ്യങ്കാളി. അതിനുശേഷം 12 വർഷം തുടർച്ചയായി അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു. 1912 അയ്യങ്കാളി ബാലരാമപുരത്ത് വെച്ച് ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി. 1912 അയ്യങ്കാളി ബാലരാമപുരത്ത് വെച്ച് ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ, അപ്പോൾ അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1912. എവിടെ വെച്ചാണ്? ബാലരാമപുരത്ത് വെച്ച്. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട പഞ്ചമി എന്ന പെൺകുട്ടിയെ ഊരൂട്ടമ്പലം സ്കൂളിൽ ചേർക്കാൻ നടത്തിയ ശ്രമത്തെ ഉയർന്ന ജാതിക്കാർ തടഞ്ഞു. ഇതിൻ്റെ ഭാഗമായി 1915 നടന്ന കലാപമാണ് ഊരൂട്ടമ്പലം ലഹള. എന്താണ് ഊരൂട്ടമ്പലം ലഹള? ഈ പഞ്ചമി എന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടിയെ ഊരൂട്ടമ്പലം സ്കൂളിൽ ചേർക്കാൻ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ഒരു ശ്രമം നടക്കുന്നു. പക്ഷേ ഉയർന്ന ജാതിക്കാർ ഇതിനെ തടയുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് 1915 എന്ത് നടക്കുന്നത്? ഊരൂട്ടമ്പലം ലഹള. ഈ ഊരൂട്ടമ്പലം ലഹള 90-ാം ആണ്ട് ലഹള എന്നും പുലയ ലഹള എന്നും അറിയപ്പെടുന്നുണ്ട്. കൊല്ലവർഷം 1990 നടന്ന കലാപമായതിനാലാണ് 90-ാം ആണ്ട് ലഹള എന്ന് അറിയപ്പെടുന്നത്. അയ്യങ്കാളി ഊരൂട്ടമ്പലം സ്കൂൾ കത്തിക്കാനിടയാക്കിയ ലഹളയാണ് കാന്തല ലഹള. അപ്പോൾ അയ്യങ്കാളി ഊരൂട്ടമ്പലം സ്കൂൾ കത്തിക്കാനിടയാക്കിയ ലഹള ഏതാണ്? ആ ലഹളയാണ് കാന്തല ലഹള. അടിമത്തത്തിൻ്റെ പ്രതീകങ്ങളായി കണക്കാക്കപ്പെട്ടിരുന്ന ഇരുമ്പ് കൊണ്ടും കല്ലുകൊണ്ടും നിർമ്മിച്ച ആഭരണങ്ങൾ വലിച്ചെറിയാൻ അയ്യങ്കാളി സ്ത്രീകളോട് അഭ്യർത്ഥിച്ചു. ഇതാണെന്ത്? കല്ലുമാല പ്രക്ഷോഭത്തിന് തുടക്കമായത്. 1915 കൊല്ലം ജില്ലയിലെ പെരിനാട് എന്ന സ്ഥലത്തു വെച്ചാണ് കല്ലുമാല സമരം നടന്നത്. അപ്പോൾ കല്ലുമാല സമരം വർഷം 1915. എവിടെയാണ്? കൊല്ലം ജില്ലയിലെ പെരിനാട് എന്ന സ്ഥലത്ത് വെച്ചാണ് കല്ലുമാല സമരം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ പെരിനാട് ലഹള എന്നുകൂടി പറയുന്നു. 1937 അയ്യങ്കാളി വെങ്ങാനൂരിൽ വെച്ച് ഗാന്ധിജിയെ കണ്ടുമുട്ടി. അയ്യങ്കാളി കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ്? വെങ്ങാനൂരിൽ വെച്ച്. ഏത് വർഷമാണ്? 1937. അതെന്താണ്? ഗാന്ധിജിയെ അവസാനമായിട്ട് കേരള സന്ദർശനം നടത്തിയ വർഷമാണ്. അയ്യങ്കാളിയെ പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അയ്യങ്കാളിയെ പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. തളരാത്ത യോദ്ധാവ് എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചതും ഗാന്ധിജിയാണ്. അപ്പോൾ ഗാന്ധിജി അയ്യങ്കാളിയെ എന്തൊക്കെ വിശേഷിപ്പിച്ചു? തളരാത്ത യോദ്ധാവ് എന്നും വിശേഷിപ്പിച്ചു, പുലയ രാജ എന്നും വിശേഷിപ്പിച്ചു. പേരിന് മുന്നിൽ മഹാത്മാ എന്ന് ചേർത്ത് വിളിക്കുന്ന കേരള നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. പേരിന് മുന്നിൽ മഹാത്മാ എന്ന് ചേർത്ത് വിളിക്കുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. അതായത് മഹാത്മാ അയ്യങ്കാളി എന്നാണ് നമ്മൾ പറയുന്നത്. ആളിക്കത്തിയ തീപ്പൊരി എന്ന വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. അയ്യങ്കാളിയെ ആദ്യ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത് EK നായനാരാണ്. അപ്പോൾ ആളിക്കത്തിയ തീപ്പൊരി എന്ന വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അത് അയ്യങ്കാളിയാണ്. അതുപോലെ തന്നെ അയ്യങ്കാളിയെ ആദ്യ കമ്മ്യൂണിസ്റ്റ് എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് EK നയനാരാണ്. ഓക്കെ. അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ നമ്മളോട് ഇങ്ങനെ ചോദിക്കാം, അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അത് ഇന്ദിരാഗാന്ധിയാണ്. കേരള സ്പാർട്ടക്സ് എന്നറിയപ്പെടുന്നത് ആരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? കേരള സ്പാർട്ടക്സ് എന്നാണ്. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന പ്രശസ്തമായ വാക്കുകൾ ആരുടേതാണ്? അത് അയ്യങ്കാളിയുടേതാണ്. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? അയ്യങ്കാളി. 1914 ജൂൺ 18 1941 ജൂൺ 18 അയ്യങ്കാളി അന്തരിച്ചു. അയ്യങ്കാളി എന്നാ അന്തരിച്ചത്? 1941
1 ജൂൺ 18 അയ്യങ്കാളിയുടെ സ്മാരകം അറിയപ്പെടുന്നത് പാഞ്ചജന്യം എന്നാണ്. അയ്യങ്കാളിയുടെ സ്മാരകം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പാഞ്ചജന്യം. വെങ്ങാനൂരിലെ ചിത്രകൂടത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ് അയ്യങ്കാളിയുടെ സ്മാരകം? വെങ്ങാനൂരിലെ ചിത്രകൂടത്തിലാണ്. ഇതറിയപ്പെടുന്നത് പാഞ്ചജന്യം എന്നാണ്. 1980 തിരുവനന്തപുരം വെള്ളയമ്പലത്ത് അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. അയ്യങ്കാളിയുടെ പ്രതിമ എവിടെയാണ്? തിരുവനന്തപുരം വെള്ളയമ്പലത്താണ്. ആരാണ് ഉദ്ഘാടനം അത് അനാച്ഛാദനം ചെയ്തത്? ഇന്ദിരാഗാന്ധിയാണ് അല്ലേ. പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരമാണ്. അപ്പോൾ 1980 തിരുവനന്തപുരം വെള്ളയമ്പലത്ത് അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധി. ഇസ്ര ഡേവിഡാണ് അയ്യങ്കാളിയുടെ പ്രതിമയുടെ ശില്പി. അപ്പോൾ ഈ വെള്ളയമ്പലത്തെ അയ്യങ്കാളിയുടെ പ്രതിമയുടെ ശില്പി ആരാണ്? അത് ഇസ്ര ഡേവിഡാണ്. സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പിൻ്റെ ആസ്ഥാനം വെള്ളയമ്പലത്ത് അയ്യങ്കാളി ഭവനിലാണ് സ്ഥിതി ചെയ്യുന്നത്. സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പിൻ്റെ ആസ്ഥാനം എവിടെയാണ്? അത് വെള്ളയമ്പലത്തെ അയ്യങ്കാളി ഭവനാണ്. അയ്യങ്കാളി അധസ്ഥിതരുടെ പടത്തലവൻ എന്ന പുസ്തകം രചിച്ചത് പി ചെന്താരശ്ശേരിയാണ്. പി ചെന്താരശ്ശേരി രചിച്ച പുസ്തകമാണ് അയ്യങ്കാളി അധസ്ഥിതരുടെ പടത്തലവൻ. ഇന്ത്യൻ തപാൽ വകുപ്പ് അയ്യങ്കാളിയെ അനുസ്മരിച്ച് സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2002 ഓഗസ്റ്റ് 12 ഇന്ത്യൻ തപാൽ വകുപ്പ് അയ്യങ്കാളിയെ അനുസ്മരിച്ച് സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2002 ഓഗസ്റ്റ് 12 2010 അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് എന്നാണ്? 2010 അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയും 2002 ഇന്ത്യൻ തപാൽ വകുപ്പ് അയ്യങ്കാളിയെ അനുസ്മരിച്ച് സ്റ്റാമ്പ് പുറത്തിറക്കി. ഈ വർഷങ്ങളൊക്കെ ഉണ്ടല്ലോ, ചിലപ്പോൾ നമ്മളോട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 2014 കേരള കേന്ദ്ര സർവകലാശാലയിൽ അയ്യങ്കാളിക്ക് വേണ്ടി ചെയർ സ്ഥാപിച്ചു. 2014 കേരള കേന്ദ്ര സർവകലാശാലയിൽ അയ്യങ്കാളിക്ക് വേണ്ടി എന്ത് സ്ഥാപിക്കുന്നു? ഒരു ചെയർ സ്ഥാപിക്കുന്നു. അയ്യങ്കാളിയെക്കുറിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സാണ് നമ്മൾ പഠിച്ചത്. ഇതിൽ കൂടുതലൊന്നും നിങ്ങൾക്ക് അയ്യങ്കാളിയിൽ നിന്നും പഠിക്കാനില്ല. കാരണം എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ അഥവാ ചാവറയച്ചനെ കുറിച്ചാണ് നമ്മൾ അടുത്തത് പഠിക്കുന്നത്. കേരള സാക്ഷരതയുടെ പിതാവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണ്. എന്ത്? കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ചാവറയച്ചനാണ്. 1805 ഫെബ്രുവരി 10 ആലപ്പുഴ ജില്ലയിലെ കൈനകരിയിലാണ് ചാവറയച്ചൻ ജനിച്ചത്. ഇമ്പോർട്ടൻ്റ് ആണ്. ആലപ്പുഴ ജില്ലയിലെ കൈനകരിയിൽ ജനിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ഏത് നവോത്ഥാന നായകനാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കാലത്തിനു മുൻപേ നടന്ന നവോത്ഥാന നായകനായി വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തിയാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസ്. കാലത്തിനു മുൻപേ നടന്ന നവോത്ഥാന നായകൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. 1829 ചാവറയച്ചൻ പുരോഹിത്യ വൃത്തിയിൽ പ്രവേശിച്ചു. 1831 മാന്നാനത്ത് CMI സഭ സ്ഥാപിച്ചു. CMI സഭ സ്ഥാപിച്ചത് ആരാണ്? ചാവറയച്ചൻ. എവിടെയാണ്? മാന്നാനത്ത്. 1831 ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭയാണ് ഏത്? CMI എന്ന് പറയുന്നത്. CMI കാർമലൈറ്റ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്നതാണ് പൂർണ്ണരൂപം. CMIയുടെ ഫുൾ ഫോമാണ് കാർമലൈറ്റ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്നാണ് പൂർണ്ണരൂപം. അമലോത്ഭവദാസ സംഘം എന്നും ഈ സംഘടന അറിയപ്പെടുന്നുണ്ട്. 1886 സിസ്റ്റേഴ്സ് ഓഫ് ദി കോൺഗ്രിഗേഷൻ ഓഫ് ദ മദർ ഓഫ് കാർമൽ CMC എന്ന സന്യാസി സഭ സ്ഥാപിച്ചു. അപ്പോൾ CMI ആദ്യം, അത് കഴിഞ്ഞിട്ട് CMC, അതായത് സിസ്റ്റേഴ്സ് ഓഫ് ദി കോൺഗ്രിഗേഷൻ ഓഫ് ദ മദർ ഓഫ് കാർമൽ 1886. 1846 ചാവറ അച്ഛൻ്റെ നേതൃത്വത്തിൽ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ചു. അപ്പോൾ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചത്? അത് ചാവറയച്ചൻ്റെ നേതൃത്വത്തിലാണ്. 1846
കോട്ടയം ജില്ലയിലെ മാന്നാനത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്വദേശി പ്രസ്സായ സെൻറ്റ് ജോസഫ് പ്രസ് ആരംഭിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ സ്വദേശി പ്രസ് ഏതാണ്? സെൻറ്റ് ജോസഫ് പ്രസ്. എവിടെയാണ്? കോട്ടയം ജില്ലയിലെ മാന്നാനത്ത്. ആരാണ് സ്ഥാപിച്ചത്? ചാവറയച്ചനാണ് 1846. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്വദേശിയായിട്ടുള്ള പ്രസ്സായിരുന്നു സെൻറ്റ് ജോസഫ് പ്രസ്. ഈ അടുത്ത ഏതോ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇത്. അത് കോട്ടയം മാന്നാനത്ത് 1846 ചാവറയച്ചനാണ് ആരംഭിച്ചത്. മാന്നാനം പ്രസ്സിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ജ്ഞാനപീയൂഷം. മാന്നാനം പ്രസ്സിൽ അച്ചടിച്ച ആദ്യ പുസ്തകം ഏതാണ്? അത് ജ്ഞാനപീയൂഷമാണ്. നസ്രാണി ദീപിക 1897 ആദ്യമായി അച്ചടിച്ചതും മാന്നാനം പ്രസ്സിൽ നിന്നാണ്. നസ്രാണി ദീപിക 1898 ആദ്യമായി അച്ചടിക്കുന്നു. എവിടെ? മാന്നാനം പ്രസ്. നസ്രാണി ദീപികയുടെ സ്ഥാപകൻ നിതിരിക്കൽ മാണി കത്തനാരാണ്. നസ്രാണി ദീപികയുടെ സ്ഥാപകൻ ആരാണ്? നിതിരിക്കൽ മാണി കത്തനാരാണ്. 1861 കേരളത്തിലെ തന്നെ ആദ്യത്തെ വികാരി ജനറലായി അദ്ദേഹം മാറി. പള്ളിയോടൊപ്പം പള്ളിക്കൂടം. ഓരോ പള്ളിയോടൊപ്പവും ഓരോ സ്കൂൾ സ്ഥാപിക്കണം എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് ചാവറയച്ചനാണ്. പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ്? ചാവറയച്ചൻ. സ്കൂളുകളിൽ ഉച്ചഭക്ഷണം നൽകി തുടങ്ങിയത് ചാവറയച്ചൻ്റെ പ്രവർത്തന ഫലമായാണ്. കേരളത്തിൽ പിടിയരി സമ്പ്രദായം നടപ്പിലാക്കിയത് ചാവറയച്ചനാണ്. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ് കേട്ടോ. കേരളത്തിൽ പിടിയരി സമ്പ്രദായം നടപ്പിലാക്കിയത് ചാവറയച്ചനാണ്. 1871 ജനുവരി 3 കൂനമ്മാവിൽ വെച്ച് ചാവറയച്ചൻ അന്തരിച്ചു. 1871 ജനുവരി 3 കൂനമ്മാവിൽ വെച്ചാണ് ചാവറയച്ചൻ അന്തരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ മാന്നാനം സെൻറ്റ് ജോസഫ് പള്ളിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ചാവറയച്ചൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? മാന്നാനം സെൻറ്റ് ജോസഫ് പള്ളി. ആത്മാനുതാപം എന്ന മഹാകാവ്യം രചിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനാണ്. ആത്മാനുതാപം എന്ന മഹാകാവ്യം രചിച്ചത് ആരാണ്? അത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അനസ്താസിയയുടെ രക്തസാക്ഷ്യം, ധ്യാനസല്ലാപങ്ങൾ, നല്ല അപ്പൻ്റെ ചാവരുൾ, മരണവീട്ടിൽ പാടുന്നതിനുള്ള പാന, നാളാഗമങ്ങൾ എന്നിവയാണ് ചാവറയച്ചൻ്റെ മുഖ്യകൃതികൾ. അപ്പോൾ ചാവറയച്ചൻ്റെ മുഖ്യകൃതികളാണ് അനസ്താസിയയുടെ രക്തസാക്ഷ്യം, ധ്യാനസല്ലാപങ്ങൾ, നല്ല അപ്പൻ്റെ ചാവരുൾ, മരണവീട്ടിൽ പാടുന്നതിനുള്ള പാന, നാളാഗമങ്ങൾ എന്നിവയാണ് ചാവറയച്ചൻ്റെ മുഖ്യകൃതികൾ. 1984 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ ധന്യൻ എന്ന പദവിയിലേക്ക് ഉയർത്തി. അപ്പോൾ എന്നാണ് ചാവറയച്ചനെ ധന്യൻ എന്ന പദവിയിലേക്ക് ഉയർത്തുന്നത് ചോദിച്ചാൽ 1984 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. 1986 ഫെബ്രുവരി 8 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. അപ്പോൾ ചാവറയച്ചൻ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് എന്നാ? 1986 ഫെബ്രുവരി 8. 2014 നവംബർ 23 ഫ്രാൻസിസ് മാർപ്പാപ്പ ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് 2014 നവംബർ 23 ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. ചാവറയച്ചൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് 1987 ചാവറയച്ചൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നാണ്? 1987. ജീവിതം തന്നെ സന്ദേശം. വിശുദ്ധ ചാവറയുടെ ജീവിതം എന്ന ജീവചരിത്രം എഴുതിയത് MK സാനുവാണ്. ജീവിതം തന്നെ സന്ദേശം, വിശുദ്ധ ചാവറയുടെ ജീവിതം എന്ന ജീവചരിത്രം എഴുതിയത് MK സാനുവാണ്. ചാവറയച്ചൻ ഒരു രേഖാചിത്രം എന്ന പുസ്തകം എഴുതിയത് KC ചാക്കോയാണ്. ചാവറയച്ചൻ ഒരു രേഖാചിത്രം എന്ന പുസ്തകം എഴുതിയത് KC ചാക്കോയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചാവറയച്ചനെക്കുറിച്ചും അയ്യങ്കാളിയെക്കുറിച്ചുമാണ് പഠിച്ചത്. എല്ലാ PSC പരീക്ഷകളിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന 2 സാമൂഹ്യ പരിഷ്കർത്താക്കളാണ് ആര്? ചാവറയച്ചനും അതുപോലെ തന്നെ അയ്യങ്കാളിയും. അപ്പോൾ ഈ ക്ലാസ് കാണുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം എല്ലാ ഫാക്റ്റും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചട്ടമ്പി സ്വാമികളെക്കുറിച്ചായിരുന്നു പഠിച്ചത്. നിങ്ങൾ ക്ലാസ് കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ആരെങ്കിലും ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ കാണണം. കാരണം ഈ ക്ലാസ്സുകളും ഈ പോയിൻറ്റുകളും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പരീക്ഷകളിൽ ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ. ഓക്കെ,
ബാക്കി സാമൂഹിക പരിഷ്കർത്താക്കളെയും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ അതൊക്കെ പഠിക്കും. ഈ വീഡിയോ ലെങ്തി വീഡിയോ അല്ല. കാരണം എന്താ, നിങ്ങൾക്ക് നമ്മൾ എല്ലാവരും അങ്ങനെയാണ്, ലെങ്തി വീഡിയോ കണ്ടിരിക്കാൻ നമുക്ക് ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ ചെറിയ ചെറിയ വീഡിയോയിൽ നമ്മൾ കാണുമ്പോൾ പിന്നെയും നമുക്കൊന്ന് കേൾക്കാൻ തോന്നും. നിങ്ങളങ്ങനെ കേട്ടാൽ മതി. കുറച്ച് പ്രാവശ്യം കേൾക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിലിരിക്കും. അറ്റ്ലീസ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കൊന്ന് ഓർമ്മ വരുമെങ്കിലും ചെയ്താൽ മതി. മോട്ടിവേഷൻ തന്ന സമയം കളയാമെന്ന് നിങ്ങൾ കരുതരുത് കേട്ടോ. കാരണം ഞാനും നിങ്ങളെപ്പോലെ പരീക്ഷ എഴുതുകയും പഠിക്കുകയും ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്കങ്ങനെ തോന്നും. അപ്പോൾ അത് തന്നെ മറ്റുള്ളവർക്കും ചിലർക്കെങ്കിലും ഒക്കെ അത് ഉപകാരപ്പെട്ട നല്ലതല്ലേ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ആൾക്കാരുമായി നമുക്ക് വീണ്ടും വരാം. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.